ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവരും അറിഞ്ഞു കാണുമല്ലോ, ബോച്ചയ്ക്ക് ജാമ്യം കിട്ടി എന്ന് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. ഇത്രയും പെട്ടെന്ന് അദ്ദേഹം തടങ്കലിൽ നിന്ന് മോചിതനാവട്ടെ. ബോച്ചയ്ക്ക് ജാമ്യം കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ രാഹുൽ ഈശ്വറിൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. പൂർവാധികം ശക്തിയോടെ ബോച്ചെ തിരിച്ചു വരട്ടെ. ജയിലിൽ കിടക്കേണ്ട അത്ര വലിയ തെറ്റൊന്നും പുള്ളി ചെയ്തിട്ടില്ല. അപ്പം നമുക്ക് ഈ രാഹുൽ ഈശ്വറിൻ്റെ എന്താ പറയാനുള്ളത് നമുക്കൊന്ന് കേൾക്കാം. ബോച്ചയ്ക്ക് ജാമ്യം ലഭിച്ചു. ഞാൻ എൻ്റെ സന്തോഷം മറച്ചു വെക്കുന്നില്ല. എനിക്കതിൽ സന്തോഷം തന്നെയുണ്ട്, ഇല്ലെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ബോച്ചയെ വ്യക്തിപരമായി പരിചയപ്പെടാൻ അവസരം ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ബോച്ചയ്ക്കുള്ള ഉത്തരവ് 3:30-ക്കാണ്, ഇന്ന് 3:30-ക്കാണ് ഇറങ്ങുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന് 3:30-ഓടുകൂടി ഇറങ്ങുമെന്നും അതിനുശേഷം അദ്ദേഹത്തിന് പുറത്തു വരാൻ കഴിയുമെന്നുമുണ്ട്. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണനാണ്, അദ്ദേഹം അധ്യക്ഷനായ ബെഞ്ചാണ് ഈ കാര്യം വന്നത്. ബോച്ചയുടെ ജാമ്യ ഹർജിയെ സർക്കാർ കോടതിയിൽ എതിർത്തു. എന്തിനാണ് ഇനിയും കൂടുതൽ കാലം അദ്ദേഹത്തെ പിടിച്ചിടണോ? 6 ദിവസത്തോളമായി പുള്ളി ജയിലിൽ കിടക്കണം. ബോച്ച ഇനിയും പൂർവാധികം ശക്തിയോടെ പുറത്തു വരട്ടെ. ബോച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥനകൾ അർപ്പിച്ച 10,000-കണക്കിന് ആൾക്കാരിൽ ഒരാളാണ് ഞാനും. അതിൽ സന്തോഷം പങ്കുവെക്കുന്നു. നല്ല വിമർശനങ്ങൾ ഉണ്ടാകണം. അതോടൊപ്പം ബോച്ചയുടെ മഹത്തരമായ പ്രവർത്തികൾ തുടരട്ടെ. ഇപ്പോൾ 6 ദിവസത്തോളമായി ബോച്ച ജയിലിലാണല്ലോ. ഇനി പൂർവാധികം ശക്തിയോടെ ബോച്ച തിരിച്ചു വരട്ടെ. ഇനിയും ബോച്ചയുടെ മഹത്തരമായ നല്ല പ്രവർത്തികൾ തുടരട്ടെ എന്ന് ആശംസിക്കുന്നു.